Question number 9.6. A prism is made of glass of unknown refractive index. A parallel beam of light is incident on a face of the prism. The angle of minimum deviation is measured to be 40 degree. What is the refractive index of the material of the prism? The refracting angle of the prism is 60 degree. If the prism is placed in water, refractive index 1.33. Predict the new angle of minimum deviation of a parallel beam of light. ഒരു പ്രിസം ഉണ്ട്. ആ പ്രിസം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഗ്ലാസ് വെച്ചിട്ടാണ്. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് അറിയത്തില്ല. ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് എന്ത് ചെയ്യാം? ഒരു പ്രിസത്തിന്റെ ഒരു ഫേസിലാണ് ഇൻസിഡന്റ് ചെയ്യാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എത്രയായിട്ട് മെഷർ ചെയ്യാം? 40 ഡിഗ്രി ആയിട്ട് മെഷർ ചെയ്യാം. എങ്കിൽ നമുക്ക് ആദ്യം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി പ്രിസം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതുപോലെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനും തമ്മിലുള്ള റിലേഷൻ എന്താ പറഞ്ഞേ? n ഈസ് ഈക്വൽ ടു, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു sin of a plus angle of minimum deviation by 2 divided by sin a by 2. ഇതല്ലേ അവര് തമ്മിലുള്ള റിലേഷൻ. ഈ റിലേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ എത്ര കിട്ടും? sin a എത്രയാണ്? 60 ആണ്. 60 പ്ലസ് മിനിമം ഡീവിയേഷൻ എത്രയാ? 40. 40 by 2 divided by sin 60 by 2. ആംഗിൾ ഓഫ് പ്രിസം 60 ഡിഗ്രി അവിടെ തന്നിട്ടുണ്ട്. എന്താ? The refracting angle of the prism is 60 degree. Refracting angle എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രിസത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് എത്ര കിട്ടും പറഞ്ഞേടാ? sin 16 plus 40 by 2 എത്രയാ? sin 50 divided by sin 30 എന്ന് കിട്ടും. Divided by sin 30. അപ്പൊ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 1.532 എന്ന് കിട്ടും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര കിട്ടും? 1.532 എന്ന് കിട്ടും. അപ്പൊ എനിക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടി. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി പ്രിസം എത്രയാ? 1.532. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ദി പ്രിസം ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ. ഇപ്പൊ പ്രിസം എയറിലാണെന്ന് ഇരിക്കട്ടെ. ആ ഒരു പ്രിസം എന്തിൽ വെച്ചിരിക്കുന്ന? വാട്ടറിൽ വെക്കുകയാണ്. അപ്പൊ ഉണ്ടാവുന്ന ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എത്രയാണ്? വാട്ടറിൽ വെക്കുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താവുക? നേരത്തെ ഉള്ളത് n ആണ് എങ്കിൽ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? 1.33 തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാവും? n ഡിവൈഡഡ് ബൈ 1.33 ആവും. കാരണം ഇവിടെ നമ്മൾ എന്തോ എടുക്കുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആ എടുക്കുന്നത് അല്ലെ? NGA ആ എടുക്കുന്നത്. NG എടുക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1 ആയതുകൊണ്ടാണ് അത് NG എത്ര കിട്ടിയത്? 1.532 കിട്ടിയത്. ഇനി വാട്ടറിലെ പ്ലേസ് ചെയ്യുന്നെങ്കിലോ? വാട്ടറിലെ പ്ലേസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കണം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആ എടുക്കേണ്ടത് അല്ലെ? അത് എത്ര വരും? NG by NW എന്ന് വരും. NG എത്ര കിട്ടി? 1.532 കിട്ടി. NW എത്രയും തന്നിട്ടുണ്ട്? 1.33 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഈസിക്കൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എ പ്ലസ് എ മാറോ? ഇല്ല. എ എത്ര തന്നെ ആയിരിക്കും? 60 തന്നെ ആയിരിക്കും. 60 പ്ലസ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ 60 by 2 എത്ര? സൈൻ 13 തന്നെ കിട്ടും. ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ 16 പ്ലസ് ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ 2 ഈസിക്കൽ ടു 1.532 ഡിവൈഡഡ് ബൈ 1.33 ഇൻറ്റു എത്രയെന്ന് കിട്ടൂടാ? സൈൻ 30 എന്ന് കിട്ടും. ഇൻറ്റു സൈൻ 30. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? സൈൻ 30 എന്ന് പറയുമ്പോൾ എത്ര വരുവാടാ? 1/2 വരും. അപ്പൊ 1.532 ഡിവൈഡഡ് ബൈ 1.33 ഇൻറ്റു 1/2 വരും. ഇത് എത്ര കിട്ടും? ഇത് ഒരു 0.5759 എന്ന് കിട്ടും. എത്ര കിട്ടും? 0.5759 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം പറഞ്ഞേ? അപ്പൊ നമുക്ക് sin 60 plus delta m divided by 2 is equal to 0.5759 എന്ന് കിട്ടും. ഇവിടുന്ന് 60 plus delta m divided by 2 is equal to എത്ര കിട്ടും? sin inverse 0.5759 എന്ന് വരും അല്ലെ? sin inverse 0.5759 എന്ന് പറയുമ്പോൾ അറൗണ്ട് എത്രയാണ്? 35.16 ഡിഗ്രി ആണ്. അപ്പൊ 16 plus delta m by 2 is equal to 35.16 ഡിഗ്രി കിട്ടി. ഇവിടുന്ന് 16 പ്ലസ് ഡെൽറ്റ എം ഈസ് ഇക്വൽ ടു 35.16 ഇൻറ്റു 2 വരെ എത്ര കിട്ടും? 17.32 ഡിഗ്രി കിട്ടും. ഡെൽറ്റ എം ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഈസ് ഇക്വൽ ടു 17.32 മൈനസ് 60 വരും. അത് എത്ര കിട്ടൂടാ പറഞ്ഞേ? 10.32 ഡിഗ്രി കിട്ടും. എത്ര കിട്ടും? 10.32 ഡിഗ്രി കിട്ടും. അപ്പൊ പുതിയ മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ എത്ര കിട്ടി? 10.32 ഡിഗ്രി കിട്ടി. അപ്പൊ ഇവിടെ ആൻസർ എത്രയാണ്? Predict the new angle of minimum deviation എന്നായിരുന്നു ക്വസ്റ്റ്യൻ. എത്രയാ? 10.32 ഡിഗ്രി. നമുക്ക് നീറ്റ് ലെവലിൽ ചോദിക്കുന്നത് ഇപ്പൊ നമ്മുടെ എക്സസൈസിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് നീറ്റ് ലെവലിൽ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ ചോദിക്കാം? നമുക്ക് ഇത്ര വലിയ വാല്യൂവിന്റെ സൈൻ ഇൻവേഴ്സ് ഒന്നും എടുക്കാൻ ഇല്ലല്ലോ. അപ്പൊ
ഇതിന്റെ വാല്യൂ ഒക്കെ എന്ത് ചെയ്യാം ഒരു ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 9.7. Double convex lenses are to be manufactured from a glass of refractive index 1.55 with both faces of the same radius of curvature. What is the radius of curvature required if the focal length is to be 20 cm? അപ്പോൾ ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഡബിൾ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ രണ്ട് സെല്ലും കോൺവെക്സ് ലെൻസോട് കൂടിയതാണ് ഡബിൾ കോൺവെക്സ് ലെൻസ്. അപ്പൊ അത് മാനുഫാക്ചർ ചെയ്തൊരു രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഗ്ലാസ് കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്ത് ആ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ബോത്ത് ഫേസസ്, ഇതിൽ രണ്ട് ഫേസ് ഇല്ല, ഇവിടെ ഒരു ഫേസ് ഉണ്ട്, ഇത് ഒരു ഫേസ് ഉണ്ട്. ആ രണ്ട് ഫേസസിന്റെ റേഡിയസ് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണെന്ന ക്വസ്റ്റ്യൻ. ഫോക്കൽ ലെങ്ത് എത്രയും തന്നിട്ടുണ്ട്? 20 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഒരു ഡബിൾ കോൺവെക്സ് ലെൻസിന്റെ ഇതില് എഫ് ഫോക്കൽ ലെങ്ത് എഫ് ഈസ് ഇക്വൽ ടു നമുക്ക് എങ്ങനെ പറയാന്നറിയാവോ? ആർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എൻ മൈനസ് 1 ഇക്വേഷൻ എടുത്താൽ നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഇക്വേഷൻ. എഫ് ഈസ് ഇക്വൽ ടു ഒരു കോൺവെക്സ് ലെൻസിന്റെ കേസിൽ, ഡബിൾ കോൺവെക്സ് ലെൻസിന്റെ കേസിലാണെങ്കിൽ എഫ് ഈസ് ഇക്വൽ ടു ആർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എൻ മൈനസ് 1 ആയിരിക്കും ഇക്വേഷൻ. അപ്പൊ ഇവിടെ ഫോക്കൽ ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? 20 ആണ് തന്നിട്ടുണ്ട്. 20 ഈസ് ഇക്വൽ ടു ആർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.55. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.55 അല്ലേ? 1.55 മൈനസ് 1 എന്ന് വരും. അതായത് ഇവിടുന്ന് ആർ ഈസ് ഇക്വൽ ടു 20 ഇൻറ്റു 2 ഇൻറ്റു 0.55 എന്ന് വരും. ഇത് എത്ര കിട്ടും? 14 ഇൻറ്റു 0.55 എന്ന് കിട്ടും. അത് എത്ര കിട്ടും? 22 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര കിട്ടും? 22 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇവിടുത്തെ ആൻസർ 22 സെന്റിമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 9.8. A beam of light converges at a point P. Now, a lens is placed in the path of convergent beam 12 cm from P. At what point does the beam converge if the lens is a convex lens of focal length 20 cm and B, a concave lens of focal length 60 cm? എന്താ പറയുക? ഒരു ബീം ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് പിയിൽ കൺവെർജ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബീം ഓഫ് ലൈറ്റ്. ഇതാണ് നമ്മുടെ ലെൻസ്. അപ്പൊ രണ്ട് ടൈപ്പിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. കോൺവെക്സ് ലെൻസ് 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ എങ്ങനെ, 60 സെന്റിമീറ്റർ ഉള്ള കോൺകേവ് ലെൻസ് ആണെങ്കിലും എങ്ങനെയാണ് നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം എന്താ ഫോക്കൽ ലെന്ത് 20 സെന്റിമീറ്റർ ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് എടുത്ത് നോക്കാം. ഇപ്പൊ ബീം ഓഫ് ലൈറ്റ് വരുന്നു, അത് എന്ത് ചെയ്യുന്നു? കൺവെർജ് ചെയ്യും. നമുക്കറിയാം കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ അത് എന്ത് ചെയ്യും? കൺവെർജ് ചെയ്യും. ഈ കൺവെർജ് ചെയ്ത പോയിന്റ് ആയിരുന്നു പി. ഇപ്പോൾ നൗ ഈ ലെൻസ് ഈസ് പ്ലേസ് ഇൻ ദ പാത്ത് ഓഫ് കൺവെർജന്റ് ബീം 12 സെന്റിമീറ്റർ ഫ്രം പി. ഈ ഒരു പിയിൽ നിന്ന് 12 സെന്റിമീറ്റർ അകലെ ലെൻസ് ഇരിക്കുന്നത്, അതായത് 12 സെന്റിമീറ്റർ ആണ്. Then at what point does the beam converge if the lens is a convex lens? കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ, കോൺവെക്സ് ലെൻസ് 20 സെന്റിമീറ്ററിന്റെ വെക്കുകയാണെങ്കിൽ എവിടെയാ കൺവെർജ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യൂടാ? ഈ പോയിന്റ് ഇതിനൊരു വിർച്വൽ ഒബ്ജക്റ്റ് ആണ്. എന്താ മക്കളെ? വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. വിർച്വൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ അത് എന്ത് ഇമേജ് ഫോം ചെയ്യും? വിർച്വൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ അതൊരു റിയൽ ഇമേജ് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും മക്കളെ? റിയൽ ഇമേജ് ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ യു നമുക്ക് എത്ര കൊടുക്കാം? +12 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. അത് വിർച്വൽ ഒബ്ജക്റ്റ് അല്ലേ, ഇവിടെ നിന്നല്ലേ പോണത്. അതുപോലെ എഫ് എത്രയാണ്? കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ +20 സെന്റിമീറ്റർ ആണ്. നമുക്ക് വി അല്ലേ കണ്ടുപിടിക്കണ്ടേ? 1/v - 1/u = 1/f ആണ്. ഇവിടുന്ന് 1/v = എന്ത് കിട്ടും? 1/f + 1/u എന്ന് കിട്ടും. ഇവിടുന്ന് v = uf / u + f എന്ന് കിട്ടും. u എത്രയാണ്? 12 ആണ്. f എത്രയാണ്? 20 ആണ്. ഡിവൈഡഡ് ബൈ 12 + 20 എത്ര കിട്ടും? 240 ഡിവൈഡഡ് ബൈ 32 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് ഇതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 3 വരും, ഇവിടെ 4 വരും. 30/4 എന്ന് പറയുമ്പോൾ 15/2 വരും. അത് എത്ര കിട്ടും മക്കളെ? 7.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമ്മൾ 20 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യൂടാ? കൺവേർട്ട് ചെയ്യും. ആ റൈസ് 7.5 സെന്റിമീറ്റർ, അതായത് ഇവിടുന്ന് ഒരു 7.5 സെന്റിമീറ്ററിൽ പിന്നെ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഏത് ചെയ്യാം? കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 60 സെന്റിമീറ്റർ എടുക്കാം. അവിടെ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 60 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്ത് വരും? മൈനസ് ആ കോൺകേവ് ലെൻസിന് -60 സെന്റിമീറ്റർ എന്ന് വരും. യു എത്ര തന്നെ അവിടെയും +12 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം ഒരു ബീം വന്ന് വീഴുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? അപ്പിയർ ടു ബി കൺവെർജ് ആണ്. എന്നിട്ട് അത് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്ത്
പോകും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വിർച്വൽ ഒബ്ജക്റ്റിൽ കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും, വിർച്വൽ ഇമേജ് തന്നെ ആയിരിക്കും. വിർച്വൽ ഒബ്ജക്റ്റ് എന്ത് തരും, വിർച്വൽ ഇമേജ് ആയിരിക്കും നമുക്ക് തരുന്നത്. അങ്ങനെ തരുവാണെങ്കിൽ നമുക്ക് എന്തെടുക്കാടാ, 1 അതായത് വി അല്ലേ കണ്ടുപിടിക്കണം. അപ്പൊ വി ഈസ് ഈക്വൽ ടു യു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ് എന്ന് വരും. ദാറ്റ് ഈസ് 12 into -16 divided by -16 plus 12 is equal to മൈനസ് എന്ത് ചെയ്യും, 12 into 16 divided by -16 plus 12 എത്ര കിട്ടും, -4 എന്ന് കിട്ടും. മൈനസും പോയാൽ ഇതും കിട്ടുമ്പോൾ 3 കിട്ടും. 3 into 16 എത്ര കിട്ടും, 48 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതായത് 16 സെന്റിമീറ്റർ ഉള്ള ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ എവിടെ കിട്ടുമടാ, 48 സെന്റിമീറ്ററിൽ ഇമേജ് കിട്ടും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Question number 9.9. An object of size 3 cm is placed 40 cm in front of a concave lens of focal length 21 cm. അതായത് ഒരു ഒബ്ജക്റ്റ് 3 cm സൈസുള്ള ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക, കോൺകേവ് ലെൻസ് ഫോക്കൽ ലെൻസ് 21 cm ഉള്ള കോൺകേവ് ലെൻസിന്റെ 40 cm ഫ്രണ്ടിൽ വെക്കുകയാണ്. അപ്പൊ യു എത്രയാണ്, -40 cm ആണ്. ഫോക്കൽ ലെൻത് കോൺകേവ് ലെൻസ് എന്താവും, മൈനസ് ആവും, -21 cm ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഇരിക്കുന്നത്, ഡിസ്ക്രൈബ് ദി ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലെൻസ്, വാട്ട് ഹാപ്പൻസ് ഇഫ് ദി ഒബ്ജക്റ്റ് ഈസ് മൂവ്ഡ് ഫർദർ അവേ ഫ്രം ദ ലെൻസ്. നമുക്ക് ഇമേജ്, അതായത് ആ ഒരു ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് എങ്ങനെ ആയിരിക്കും എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് V/U ഒക്കെ എടുക്കണമെങ്കിൽ V വേണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം, V കണ്ടുപിടിക്കാം. 1/V is equal to എന്ത് കിട്ടും, 1/F plus 1/U ആണ്. ഇവിടെ നിന്ന് V is equal to UF divided by U plus F കിട്ടും. അപ്പോൾ -14 into -21 divide by -14 plus -21 കിട്ടും. is equal to 14 into 21 divide by എത്ര കിട്ടൂടാ, -14 21 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 35 എന്ന് കിട്ടും. അപ്പൊ -35 എന്ന് വരും. ഇത് രണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 3 കിട്ടും, ഇവിടെ 5 കിട്ടും. അപ്പൊ എത്ര കിട്ടും, 14 into 3 divided by 5, അതായത് -14 into 3 divided by 5 കിട്ടും. അത് എത്ര കിട്ടും, -42/5 എന്ന് കിട്ടും. ഇതെന്തോ നമുക്ക് കിട്ടുന്നത്, ഇമേജ് ഡിസ്റ്റൻസ് ആണ് അല്ലെ, V ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അറൗണ്ട് എത്ര കിട്ടും, ഒരു V is equal to -8.4 സെന്റിമീറ്റർ എന്ന് കിട്ടും. V is equal to -8.4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇമേജ് ഫോം ചെയ്തത് എവിടെയാണ്, 8.4 സെന്റിമീറ്റർ അകലെയാണ്. അത് എവിടെയാണ്, ആ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് തന്നെ, ഇപ്പുറത്ത് ഈ ഒരു നെഗറ്റീവ് അല്ലേ ഇമേജ്. അപ്പം എവിടെയാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ആ സൈഡിൽ തന്നെ എന്താണ്, ഒരു 8.4 സെന്റിമീറ്റർ അകലെയാണ് എന്ത് ഫോം ചെയ്ത്, ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ നെഗറ്റീവ് സൈൻ എന്ത് ഷോ ചെയ്യും, ഇത് നെഗറ്റീവ് 8.4 എന്ന് കിട്ടി. നെഗറ്റീവ് എന്ത് ഷോ ചെയ്യുന്ന, ആ ഒരു ഇമേജ് ഇറക്റ്റ് ആണ്, വിർച്വലും ആണ്. ഇമേജീസ് നമുക്ക് എന്താ പറയാം, ഇമേജീസ് ഇറക്റ്റ് ആൻഡ് വിർച്വൽ എന്ന് പറയും. ഇമേജ് ഇറക്റ്റ് ആണ്, അതുപോലെ എന്താ മക്കളെ, വിർച്വലും ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, മാഗ്നിഫിക്കേഷൻ പറയാം. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, HI/HO ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയുക, ലെൻസ് ആകുമ്പോൾ V/U ആണ്. ഇവിടെ നിന്ന് നമുക്ക് HI ഡിവൈഡ് ബൈ HO എത്രയാണ്, 3 ആണ്, ഈസ് ഈക്വൽ ടു V/U. V എത്രയാണ്, -8.4 ഡിവൈഡ് ബൈ U എത്രയാണ്, -40. അപ്പൊ HI ഈസ് ഈക്വൽ ടു 8.4 ഡിവൈഡ് ബൈ 14 ഇൻറ്റു എന്തെന്ന് വരും, 3 എന്ന് വരും. ഇത് എത്ര കിട്ടും, 0.6 into 3 വരും. ദാറ്റ് ഈസ് എത്ര കിട്ടും, 1.8 സെന്റിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും, 1.8 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാണ്, ഇമേജിന്റെ ഹൈറ്റ് 1.8 സെന്റിമീറ്റർ ആണ്. അതെന്താണ്, ഇറക്റ്റ് ആണ്, അതുപോലെ വിർച്വലും ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അത് എന്ത് ചെയ്തു, നമ്മൾ ഇമേജ് എങ്ങനത്തെ ഇമേജാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് 3 ആണ്, അത് 1 അപ്പൊ ഡിമിനിഷ്ഡും ആണ്, അതും കൂടെ നോക്കണം. ഡിമിനിഷ്ഡ് ആണ്, ഇറക്റ്റ് ആണ്, വിർച്വൽ ആണ്. ഇനി ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, ലെൻസിൽ നിന്ന് ഫർദർ ആയിട്ട് മൂവ് അവേ ചെയ്യുന്നു. ഫർദറിൽ എന്ത് ചെയ്യുന്നു, അവേ ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും, അപ്പൊ എന്താ സംഭവിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെ, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവ്ഡ് ഫർദർ അവേ ഫ്രം ദ ലെൻസ്. അങ്ങനെ ഒബ്ജക്റ്റ് എന്ത് ഫർദർ ആയിട്ട് മൂവ് അവേ ഫ്രം ദ ലെൻസിൽ നിന്ന് ഫർദർ ആയിട്ട് നീക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ആ ഒരു വിർച്വൽ ഇമേജ് എന്ത് ചെയ്യും, ഫോക്കസ് ആ ലെൻസിന്റെ ഫോക്കസിന് ടുവാർഡ്സ് ആയിട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. പക്ഷെ അതിനപ്പുറത്തോട്ട് പോവില്ല, ഫോക്കസ് വരെ പോകുള്ളൂ. ഫോക്കസിന്റെ അടുത്തോട്ട് എന്ത് ചെയ്യും, വിർച്വൽ ഇമേജ് വിൽ മൂവ് ടുവാർഡ്സ് ദ ഫോക്കസ് ഓഫ് ദ ലെൻസ്. നമ്മൾ ഒബ്ജക്റ്റ് ഫർദർ അവേ ആയിട്ട് മൂവ് ചെയ്താൽ ഇമേജ് എന്ത് ചെയ്യും, ഫോക്കസിന്റെ അടുത്തോട്ട്, ഇതാണ് ഇതിന്റെ ഫോക്കസ് എങ്കിൽ ആ ഫോക്കസിന്റെ അടുത്തോട്ട് എന്ത് ചെയ്യണം, ഇമേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഫോക്കസിന് ബിയോണ്ട് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ഓക്കെ അല്ലേ? അതുപോലെ ആ ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് സൈസ് ഓഫ് ദി ഇമേജ് എന്ത് ചെയ്യും, കുറയാൻ തുടങ്ങും. ഓക്കെ അല്ലേ? അതൊക്കെ നമ്മുടെ എന്താണ്, കോൺകേവ് ലെൻസിന്റെ ഇമേജിന്റെ ഫോർമേഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. Question number 9.10. What is the focal length of the convex lens of focal length 30 cm in contact with a concave lens of focal length 20 cm? Is the system a converging or a diverging lens? Ignore the thickness of the lens.
അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ട? ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിന്റെ ഒരു ഫോക്കൽ ലെങ്ത് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. അത് എന്ത് ചെയ്യുന്നു? ഒരു 20 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺകേവ് ലെൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കോണ്ടാക്റ്റിൽ വെക്കുന്നു. എങ്കിൽ അപ്പോൾ ഉണ്ടാവുന്ന ലെൻസ് കൺവെർജിങ് ആണോ ഡൈവർജിങ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ F1 എന്ന് പറയുന്നത് എത്രയാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അത് 30 സെന്റിമീറ്റർ ആണ്. F2 എന്ന് പറയുന്നത് ആരുടെയാണ്? കോൺകേവ് ലെൻസിന്റെയാണ്. അപ്പൊ അത് ഫോക്കൽ ലെങ്ത് -20 സെന്റിമീറ്റർ ആണ്. 1/f is equal to നമുക്ക് എന്ത് പറയാം? 1/f1 plus 1/f2 എന്ന് പറയാം. പറഞ്ഞൂടെ? പറയാം. അപ്പൊ 1/f is equal to 1/30 plus എന്ത് വരും? 1/-20 എന്ന് വരും. 1/f is equal to എത്ര കിട്ടും ഇവിടെ? 30 - 20 divided by -20 plus 30 അല്ലേ? അപ്പൊ 30 - 20 divided by -20 into 30 എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് എത്ര കിട്ടും? 10 divided by -600 എന്ന് കിട്ടും. ഇതൊരു 0 പോയാൽ F is equal to -60 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഫോക്കൽ ലെങ്ത് ഓഫ് ആ ഒരു കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് എത്ര കിട്ടി? -60 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം ഇവിടെ ആ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ഫോക്കൽ ലെങ്ത് മൈനസ് കിട്ടുവാണെങ്കിൽ അത് ഏത് ലെൻസ് ആണെന്നാണ് അർത്ഥം? ഈ ഒരു മൈനസിന്റെ ഇതെന്തുവാ? അതൊരു കോൺകേവ് ലെൻസ് ആണ്. എന്താ മക്കളെ? കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ അത് കൺവെർജിങ് ആണോ ഡൈവർജിങ് ലെൻസ് ആണോ? ഡൈവർജിങ് ലെൻസിനെയാണ് എന്ത് പറയുന്നത്? കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ അത് ഡൈവർജ് ചെയ്യും. അപ്പൊ എന്താണ്? ഡൈവർജിങ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ കൺവെർജിങ് ലെൻസ് ആണ്. മിറർ ആകുമ്പോൾ മാറും. കോൺകേവ് മിറർ ആണ് എന്താ? കൺവെർജിങ് മിറർ. കോൺവെക്സ് മിറർ എന്താവും? ഡൈവർജിങ് മിററോ. അപ്പൊ ഇവിടെ നെഗറ്റീവ് സൈൻ എന്താ സൂചിപ്പിക്കുന്നത്? എന്താ? ഇതൊരു ഡൈവർജിങ് ലെൻസ് ആണ്. എന്താ മക്കളെ? ഡൈവർജിങ് ലെൻസ് ആണ്. ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? പറഞ്ഞേ. ഫോക്കൽ ലെങ്ത് 60 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ?